இருக்கிறவரெல்லாம் எம்ஜிஆர் ஸ்டைலு, விஜயகாந்த் ஸ்டைலு. உங்க என்ன விஜய் ஃபேனா? അറക്കൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഇവിടെ ഫിഷ് മാർക്കറ്റിലാണ്, അജ്മാൻ ഫിഷ് മാർക്കറ്റിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ അജ്മാൻ ഫിഷ് മാർക്കറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ അജ്മാൻ ഫിഷ് മാർക്കറ്റ് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടളിക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഇതാ ഞങ്ങളിതാ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ എത്തിയിട്ടാ. ഒരുപാട് മീൻ ഇതാ കൗണ്ടറുകൾ ഉണ്ടാ, മീനുകൾ നല്ല നല്ല മീനുകളൊക്കെ ഉണ്ട് ഇവിടെ. ഫ്രഷ് മീനുകൾ കിട്ടും ഇവിടെ വന്നാൽ അജ്മാനിൽ. കണ്ടാ നല്ല മീനുകൾ കണ്ട, വലിയ വലിയ മീനുകൾ കണ്ടങ്ങൾ. ഞണ്ടുണ്ട്, മത്തി, ഞങ്ങളുടെ പിയാപ്പിളക്കോരാന്ന് പറയും, ചില സുൽത്താന്, ചിലൊരു കിളി, പല നാട്ടിലും പല പേരുമാണ്. കണ്ടാ ചാകര ചാകര ചാകര, പുതിനാട്ടിക്കോര എന്നാ കാസർഗോഡ്. കാസർഗോഡ് പുതിനാട്ടിക്കോര. കണ്ട അതൊക്കെ രാവിലാണ് ഇപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. നല്ല മോർണിംഗിൽ നല്ല ഫ്രഷ് മീനാണ്. രാവിലെ 5 ബംഗാളികൾ കഴിക്കുന്ന മീൻ പല ആൾക്കാരും കഴിക്കും, എല്ലാവർക്കും കഴിക്കുക. ബംഗാളി കഴിക്കുന്നുണ്ടാവും, മലയാളി കഴിക്കുന്നുണ്ടാവും, പല ആൾക്കാരും കഴിക്കുന്ന മീനുകൾ ഉണ്ടാവും ഇവിടെ. അതൊരു സാധനം എന്തോ പേര് പറഞ്ഞവർ, അത് നമുക്ക് പെട്ടെന്ന് മറന്നുപോയി. നല്ല മീനാണ്. കേട്ടോ ഒരുപാട് അയക്കോറ, കിംഫിഷ് ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ അതിന് അയക്കോറ എന്നും പറയും. കണ്ടോ നല്ല നല്ല ഫ്രഷ് മീനുകൾ കണ്ടോ. ഇതാണ് ഇതേപോലെ അതിലൊക്കെ എന്താ 2 കിലോ എത്ര? നാടൻ മത്തി 2 കിലോ എടുത്തോ. കിൻഫിഷ് വേണമെങ്കിൽ കിൻഫിഷ് എടുത്തോ. അയക്കൂർ അടിപൊളി. എമീൻ എന്തല്ല ഫാമല്ലേ ഇത്, നമ്മൾ കടൽ ചെമ്മീൻ കൊണ്ട് ഇത് വിലയാണ്.
ചെമ്മീൻ 1 കിലോ എടുത്തോ. ഏട്ടാണ്ട ആ ഇവിടെ തന്നെ ഗ്രാപ്സ് എന്തല്ല രണ്ട് തല ഭയങ്കര വില റേറ്റ് പറഞ്ഞോ ഞങ്ങൾ അങ്ങനെ റേറ്റ് ഒന്നും പറഞ്ഞില്ല. 35 എത്ര ഉണ്ടാവും? 30 ഞങ്ങൾ വാങ്ങിട്ടോ. ചോറ ചേട്ടാ മത്തി കൊടുത്തോളി. കൊടുത്തല്ലേ നല്ല മത്തിയാണ്, നാടൻ മത്തി. ഒന്ന് 350 ഗ്രാം ഉണ്ടാവും. ഒന്ന് എക്സ്ട്രാ കൂടുതലുണ്ട് കേട്ടാ. ഹലോ ഗായ്സ്, ഇപ്പോൾ ഞങ്ങളിതാ പിന്നെ മീനൊക്കെ വാങ്ങി, ഞങ്ങൾക്ക് കറി വെക്കാനുള്ള മീനുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഇതിവിടെ മീൻ നമ്മൾ വാങ്ങുന്ന സ്ഥലം വേറെ, കട്ട് ചെയ്യുന്ന സ്ഥലം വേറെ, അങ്ങനെയാണ്, സെക്ഷൻ വേറെ വേറെയാണ്. അപ്പോൾ ഞങ്ങളിതാ അവിടെ പിന്നെ മീനൊക്കെ വാങ്ങി ഞങ്ങൾ കട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് സ്രാവ് ഉണ്ടോ? സ്രാവ് ഉണ്ടോ? അതാണ് സ്രാവ്. ഒരുപാട് നല്ല നല്ല മീനുകൾ ഇവിടെ ഉണ്ട്. നല്ല നല്ല മീനുകളുണ്ട് ഉണ്ടോ? ഫ്രഷ് മീനാണ്, ഫ്രഷ് മീനുകൾ ഇവിടെ ഉണ്ട്. ജുമതാക്കണ്ടോ? അതാ മീനുകൾ കാക്ക കാണിച്ചു തരുന്നുണ്ടോ? നല്ല മീനുകളൊക്കെ ഉണ്ട്, പുതിയ പുതിയ മീൻ, ഫ്രഷ് മീൻ. ഇവിടുത്തെ മെയിൻ എന്താ വെച്ചാൽ ഫ്രഷ് മീൻ രാവിലെ ഒന്ന് ഇറങ്ങുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല മീൻ കിട്ടും. കണ്ടോ ഇവിടെ കുറച്ച് ഇത് ഷാർക്ക് കണ്ടോ മീൻ കണ്ടോ? അയാളെ കൊണ്ടുവന്ന് നല്ല മീൻ സ്രാവാണത്. അപ്പം ഇവിടെ ഇതൊക്കെ ഉണ്ടോ? തട്ടുകൾ കാലിയുണ്ട്, ഒരുപാട് തട്ടുകൾ കാലിയുണ്ട് ഇവിടെ. തട്ടുകൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ ഒന്ന് ബന്ധപ്പെട്ടോളിട്ടോ ജുമാലിൽ. നല്ല നല്ല വലിയ വലിയ മീനുകൾ കണ്ടങ്ങൾ, കലുവക്കോര, ഒരുപാട് നല്ല നല്ല ശേരി, നല്ല നല്ല മീൻസുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ എനക്കറിയില്ല, പക്ഷേ എന്നാലും എനിക്ക് കുറേ ഒന്നും അറിയില്ല. കുറച്ചൊക്കെ നമുക്കറിയാം, എന്നാലും ഞങ്ങൾക്ക് മീനിലോട്ട് അങ്ങനെ കളിക്കാത്തതുകൊണ്ട് കുറേ മീനൊന്നും അറിയില്ല. ആ അവൾക്ക് ചെമ്മീനും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ എന്നാണ് പറയുന്നത്. ഞമ്മക്കും അതേമാതിരി തന്നെ അറിയുള്ളൂ. അയില, മത്തി, കോറ, ചെമ്മീൻ, അങ്ങനത്തെയൊക്കെ ഞങ്ങൾക്കും അറിയുള്ളൂ. ചില മീനുകളൊക്കെ നമുക്ക് പേര് അറിയാത്ത മീനുകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ കേട്ടോ. അതൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ. അപ്പോൾ ഞങ്ങൾ ആകണ്ട ഒരുപാട് മീനുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പൊന്നാനിക്കാർ, താന്നൂരാർ, തിരൂരാരൊക്കെയാണ് ഇവിടെ വർക്ക് ചെയ്തത്. ഏട്ട കൊടുക്കുക, എല്ലാം കൊടുക്കല്ലേ, എല്ലാം കൊടുക്ക, താഴെ വെക്ക്. ഹലോ, ഇതാണ് ഇവിടെ കട്ടിങ്, മീനൊക്കെ കട്ട് ചെയ്യുന്ന സ്ഥലം കേട്ടോ. ഇതൊക്കെ മീനൊക്കെ കട്ട് ചെയ്യുന്നതിന് 5 ദിറംസ് 6 ദിറംസ് സെറ്റാണ് ഇവിടെ മീൻ കട്ട് ചെയ്യും.
അവിടുന്ന് മീൻ വാങ്ങുക, ഇവിടെ വന്ന് കട്ട് ചെയ്യുക. അവിടുന്ന് കട്ട് ചെയ്യാൻ പാടില്ല, ഇവിടെ നമ്മൾ കട്ട് ചെയ്യാൻ വേറെ കൊടുക്കണം. അതാണ് ഇവിടെ കട്ട് ചെയ്യുന്ന സ്ഥലം. കട്ടിങ് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല ഇവിടെ. ഓൺലി കട്ടിങ്. അവിടെ നമ്മൾ ഫിഷ് വാങ്ങുക, ഇവിടെ വന്ന് കട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് മാർക്കറ്റ്, അജ്മാൻ മാർക്കറ്റിലെ പരിപാടി. ഓക്കെ, അവിടുന്ന് ഫിഷ് വാങ്ങുക, ഇവിടെ നിന്ന് കട്ട് ചെയ്യുക. ഇവിടെ ഉണ്ടാവും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇതിനായിട്ട് നിൽക്കുന്ന എല്ലാവരും. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും കട്ട് ചെയ്യാൻ വന്നാൽ ഓടി വന്ന് വാങ്ങുക, കട്ട് ചെയ്യുക, കൊടുക്കുക. കറിക്ക് വേണമെങ്കിൽ കറിക്ക്, പൊരിക്കാൻ വേണമെങ്കിൽ പൊരിക്കാൻ, എന്ത് വേണമെങ്കിലും ഏത് സ്റ്റൈലിൽ വേണമെങ്കിൽ ഇവർ കട്ട് ചെയ്ത് തരും. ഇതാണ് അജ്മാൻ മാർക്കറ്റ്. ഓക്കെ, കണ്ടില്ലേ നിങ്ങള്? ഉണ്ടാ മീനൊക്കെ കട്ട് ചെയ്യുന്നുണ്ടാ? അപ്പൊ നമ്മള് മീൻ കട്ട് ചെയ്ത് തരുന്നില്ല കാര്യം. ഇത് കണ്ടോ, ഇത് ഈ മാർക്കറ്റിന്റെ ബാക്കിലുള്ള ഇതാണ് കേട്ടോ. കണ്ടോ, ഇവിടെയാണ് നമ്മളെ മീനൊക്കെ വന്ന് ബോട്ടൊക്കെ നിർത്തി മീൻ ഇറക്കുന്ന സ്ഥലം. നമ്മള് നാട്ടിലൊക്കെ കണ്ടില്ലേ, ജഡ്ഡി ജഡ്ഡി എന്നൊക്കെ പറയില്ല, ജഡ്ഡി എന്തായാലും അതാണ് ഇവിടെ. മനസ്സിലായോ? ഇവിടെ വന്ന് കഴിഞ്ഞാൽ ബോട്ട് നിർത്തും, പിന്നെ മീനിറക്കും. ഇതൊക്കെ ഇവിടെ ലേലം വിളിയാണ്. ഇതാ കണ്ട തട്ട് കണ്ടങ്ങള് കണ്ടാ കണ്ടാ കണ്ട ബോട്ട് കണ്ട ബോട്ട് കണ്ട ഐശങ്ങോട്ട് നമ്മളെ ബോട്ടൊക്കെ വരിക, എന്നിട്ട് മീനൊക്കെ ഇറക്കും. കണ്ട ബോട്ടുകളൊക്കെ നിൽക്കണ്ട അവിടെ, ഒരുപാട് ബോട്ടുകളൊക്കെ വരും. ഇവിടുന്ന് സൗദിയിലേക്ക് എല്ലായിടത്തൊക്കെ മീനൊക്കെ കയറി പോകുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് അവരോട് ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് എല്ലായിടത്തേക്ക് മീൻ വരും. ഇവിടെ രാവിലെ വരും, രാവിലെ 5 മണിക്ക് ഇവിടെ ബോട്ട് ഇറങ്ങും. പിന്നെ വൈകിട്ട് 5-6 മണിക്കൊക്കെ ഇവിടെ ബോട്ട് ഇറങ്ങും. മീനുണ്ടാവും, ഫ്രഷ് മീൻ കൂട്ടാം ഇവിടെ വന്നാൽ. അതാണ് അതിന്റെ ഏറ്റവും വലിയ തിരണ്ട്. ഇപ്പൊ നമ്മൾ പുറത്ത് ഇപ്പൊ മീൻ ഇതിനോട് ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ റേറ്റ് കുറഞ്ഞ് കിട്ടും, പക്ഷെ എന്താണ് ഫ്രഷ് കിട്ടൂല. ഇത് നമുക്ക് ഫ്രഷ് ഇവിടെ വന്ന് ഫ്രഷ് മീൻ കിട്ടും. നമുക്ക് ഇവിടെ അടുത്താണ് നമുക്ക് ഇവിടുന്ന് ഫിഷ് മാർക്കറ്റ് അടുത്ത ചെറിയ കുറച്ച് ദൂരമുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ ഉണ്ടോ എല്ലാം കാണുകളുടെ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് അതൊക്കെ വന്നെടുക്കണം നമ്മൾ അറിയിച്ചു കൊടുത്ത്. അപ്പൊ നിങ്ങൾ നമ്മളെ കാണാ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യണം. ആയിഷ എന്തോ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം ആയിഷ എന്താ പറയുന്നത്. ആയിഷ എന്താ പറയുന്നത്? അങ്ങോട്ട് പോണ്ട, കൂടുതൽ അടുത്തേക്ക് പോണ്ട. ബോട്ടൊക്കെ പോകുന്നുണ്ട് ഈ കൂടെ, മീൻ പിടിക്കാനാണ്. ബോട്ട് പോകുന്നത് കണ്ടോ? ബോട്ട് പോണ കണ്ടാ? അടിപൊളി ആയിട്ടുണ്ട്. ആ സൈഡൊക്കെ ബോട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വലുത് ആ ബോട്ടാണ്, മീൻ പിടിക്കുന്ന ബോട്ട്. എത്രയുണ്ട് ഇതൊക്കെ മീൻ പിടിക്കാൻ പറ്റും. കണ്ടങ്ങള് ബോട്ട് കണ്ട, ഇഷ്ടം പോലെ ബോട്ട് കണ്ടങ്ങള് കണ്ടാ? ഇതാണ് നമ്മളെ അജ്മാൻ മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ്. ഇത് കണ്ടോ, ഉണക്ക മീനാണ്. ഉണക്കൽ മീൻ കണ്ട, നെത്തലിതാ, പിന്നെ മത്തി ഇതാ. ഇതെന്താ ഇത് നമ്മളെ കല്ലുമ്മക്കായാ? ഇതെന്താ കല്ലുമ്മക്കായ് കളറ് വയലറ്റ് ആയത്? ഉണക്കിയ കല്ലുമ്മക്കായ്. ഇത് കണ്ടോ ഗൈസ്, കുഞ്ഞി നെത്തല് പൊടി. ഇത് അച്ചാറുകളുണ്ട് ഇവിടെ. മാങ്ങ അച്ചാറുണ്ട്, പിന്നെ മാങ്ങ ഉപ്പിലിട്ടുണ്ട്.
അതെന്താ ഈ മേലക്ക് സാമ്പാർ പൊടിയാണല്ലോ. ആ ചെമ്മീൻ പൊടി. വെജിറ്റബിൾ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടോ? വെജിറ്റബിൾ പേരക്ക ആപ്പിള് എല്ലാ സാധനവും ചീര ചീര വാങ്ങിക്കോ 2 പീസ്. हाँ भाई हाय बोल डालो. ഫുള്ള് ചീര ഇതാണ് ഇവിടെ വെജിറ്റബിള് മാർക്കറ്റില് ഫിഷ് മാർക്കറ്റില് കരിമ്പ്. ഇത് കരിക്കെന്താ സമുദ്രം അവനിപ്പോ ലെമൺ അതിന്റെ ഉള്ളിൽ ഇട്ടോ. അവനിതാ ഇവിടെ ജ്യൂസ് അടിക്കാം കേട്ടോ. ജ്യൂസ് അടിക്കുന്ന നിങ്ങള് ലൈമൂൺ എന്താക്കിയാലോ മറ്റേ ചെറുനാരങ്ങ അതിന്റെ ഉള്ളിലിട്ട് അപ്പൊ ഈ മിഷീന്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ജ്യൂസ് അതിൽ വരുന്നുണ്ടോ? ജ്യൂസ് വരുന്നുണ്ടോ? അപ്പൊ സായിഷ സനും പിന്നെ കരിമ്പ് ജ്യൂസ് വാങ്ങിയിട്ടുണ്ട്. അത് അവർ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നല്ല തണുപ്പുള്ള നല്ല അടിപൊളി കരിമ്പ് ജ്യൂസ്. എങ്ങനെയുണ്ട് റംസാനെ കരിമ്പ് ജ്യൂസ്? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആ ലെമന് ജിഞ്ചർ ഇതെല്ലാം കൂട്ടി മിക്സിയിലിട്ട് അടിച്ചതാണ് കരിമ്പ് ജ്യൂസ്. നമ്മളെ നാട്ടിലുണ്ട് കേട്ടോ കരിമ്പ് ജ്യൂസ്. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്യ്, കണ്ട് നോക്കട്ടെ. യെസ്, അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. ഉണ്ട് അതിലുണ്ടോ? ഉണ്ടോ? ഞാൻ ചെയ്തോളാം. നിങ്ങള് ഗൈസ് ഇതാണ് കച്ചൂർ കേട്ടോ. കാരക്ക കണ്ടോ, പച്ച നല്ല പഴുത്തത്, നല്ല നല്ല ഫ്രഷ് കച്ചൂറാണ് കണ്ടോ. പച്ച പഴുത്തതാണത്. നല്ല നല്ല ഫ്രഷ് സാധനം. ഇവിടെ വന്നാല് ഫിഷ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നല്ല കാരക്ക കണ്ടോളി, എല്ലാരും കാണാം. എല്ലാ മോഡല് കാരക്കകളും ഇത് കാണിച്ചു കൊടുക്കും. മുട്ട കാണിച്ചു കൊടുക്കുക. മുട്ടകള് അത് താറാവ് മുട്ട, പിന്നെ കാടമുട്ട ഉണ്ട്, പിന്നെ ഓസ്ട്രേലിയന്റെ മുട്ട ഉണ്ട്. അപ്പൊ കഴിഞ്ഞാണ് പിന്നെ തൈര്, മോര്, നാടൻ മോര് ഒക്കെ ഇവിടെ വന്നാല് അവൈലബിൾ ആണ്. മോരൊക്കെ ഉണ്ട്. മോരിപ്പോ കഴിഞ്ഞാണ്. തൈരുണ്ട് ഇവിടെ. ഇവിടെ അജ്മാലില് ഫിഷ് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ 98 എല്ലാ സാധനം കിട്ടുക. നാടൻ ഐറ്റംസ് എല്ലാം കിട്ടും ഇവിടെ. എല്ലാ നാടൻ വെളിച്ചെണ്ണ ഉണ്ട്, ഒക്കെ നാടൻ ഐറ്റംസ്. എല്ലാ നെയ്യ് ഒക്കെ നാടൻ കിട്ടും ഇവിടെ വന്ന. എങ്ങനെയുണ്ട് നോക്കി മധുരം ഉണ്ട്? വരണ്ടോ? തേന പോലെ ഉണ്ടല്ല. നല്ല മധുരം ഉണ്ട് കേട്ടോ. എല്ലാരും വന്നിട്ട് അജ്മാലിലുള്ളവരൊക്കെ വരിക,
ഓരോന്നും നല്ല ടേസ്റ്റ് ചെയ്യാൻ കകനെ വന്ന് വാങ്ങിക്കോളില്ല. ഇത് കണ്ടോ, ഇതാണ് നമ്മളെ ഇതൊക്കെ ഗ്രില്ല് ചാർക്കോള് ഗ്രില്ല് ചെയ്യാനുള്ളത്. ഇവിടുന്ന് മീൻ വാങ്ങുക, ഇവിടെ ഗ്രില്ല് ചെയ്യുക. ഉണ്ടായിട്ട് സാധനങ്ങൾ ഉണ്ട്, കത്തിക്കുന്ന അതിന്റെ മരങ്ങള് ചാർക്കോള് കണ്ട ഇതൊക്കെ ഉണ്ട് ഇവിടെ. ടാക്സിയിലേക്ക് കയറിയിട്ടാ നമ്മളെ ഡ്രൈവറ് പേര് പറയല്ലേ. എന്റെ പേര് ഹസിത് പ്രസാദ്. അയ്യോ ഹസിത് പ്രസാദ്. എത്ര വർഷം இந்த டாக்ஸில? ஒரு வருஷம் ஆயிருக்கா. ஓகே ஓகே. உங்க ரியல் லாங்குவேஜ் சொல்லுங்க. My language is Sri Lankan. Sinhala. ஓகே. என்ன சுகமானோ எப்படி இருக்கு? சாப்பிட்டு அப்படி எல்லாம் கொஞ்சம் ஸ்ரீலங்கையில பேசுங்க. ஸ்ரீலங்கா பேசுங்க. வேட கோமது கேமது. நீங்க சொன்ன லாங்குவேஜ்ல அப்படிதான் சிங்களத்துல பேசுறேன். வேட கோமதுனா தவறியோ நம்ம டிரைவர் எல்லாம் எம்ஜிஆர் ஸ்டைலு, விஜயகாந்த் ஸ்டைலு. உங்க என்ன விஜய் ஃபேனா? விஜய் படம் பாத்திருக்கா? அப்படியா? ஓகே ஓகே ஓகே. Every people. Every people. Every film every day is looking. ஓகே, ஒரு டாட்டா பண்ணுங்க. Okay, say hi. Bye. ചെമ്മീൻ വാങ്ങിയിട്ടുണ്ട്. അയക്കോറ കട്ട് ചെയ്തിട്ടുണ്ടോ? ഇവിടെ ബ്ലഡ് പിന്നെ കൂന്തൽ. ഓക്കെ, പിന്നെ അയില, മത്തി. നമ്മുടെ മത്തിക്ക് ഇവിടെ മത്തി ഉണ്ട്, നല്ല മത്തി. അയക്കോറിന്റെ വില പറഞ്ഞു നാട്ടില് മത്തിക്ക്. പിന്നെ അയക്കോറിന്റെ വില. അപ്പൊ മീൻ ഇതിപ്പോ 2 ആഴ്ചത്തേക്കുള്ള മീനായിട്ടോ. കണ്ട, ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ചത്തേക്ക് മീൻ വാങ്ങണം, മാർക്കറ്റിൽ പോകണ്ട. അപ്പൊ എല്ലാ മീനും ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പം ചെമ്മീൻ നമ്മള് ചെമ്മീൻ പുലാവ് വെക്കട്ടോ. എന്നിട്ട് അത് നിങ്ങൾക്ക് വീഡിയോ ഇട്ടു നമ്മള് ചെമ്മീൻ പുലാവ്. ഓക്കെ, നമുക്കതൊരു വീഡിയോ ആക്കിടാം. ഓക്കെ, അപ്പൊ അതിന്റെ ഒക്കെ പറഞ്ഞോളി. ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചുപൊട്ടി അടുത്തൊരു വ്ലോഗ്